നമസ്കാരം. നമ്മളിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലാണ് പരിചയപ്പെടുന്നത്. നോവൽ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ സമ്മറിയാണ് പറയുന്നത്. നോവൽ വിശദമായിട്ട് വായിക്കണേ എല്ലാവരും. കാരണം ബഷീറിനെ ഒന്നും വായിക്കാത്തൊരു മലയാളി ഉണ്ടാവാൻ പാടില്ല എന്നതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാരിലൊരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം 1908 ജനിക്കുന്നത്. 1994 മരണമടയുകയും ചെയ്തു. നമുക്കറിയാം, വലിയ വായനക്കാരനല്ലാത്ത ഒരാൾക്ക് പോലും ബഷീറിനെയും ബഷീറിൻ്റെ രചനകളെയും ഒക്കെ പരിചയമുണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിലും എനിക്ക് തോന്നുന്നു കുട്ടികൾ പാത്തുമ്മയുടെ ആടൊക്കെ വായിച്ച കുട്ടികളാണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ ചോദിക്കുമ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ വായിച്ച പുസ്തകം ഏതാണ് അല്ലെങ്കിൽ വായിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം വൈക്കം മുഹമ്മദ് ബഷീറിനാണ് പറയാറുള്ളത്. നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ബഷീറിൻ്റെ പുസ്തകങ്ങളും അല്ലെങ്കിൽ ബഷീറിൻ്റെ കഥകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വളരെ ഒരു 1-2 എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. പ്രേമലേഖനം ഓർമ്മയുണ്ടാവും, കേശവൻ നായരെയും സാറാമ്മയെയും ഒക്കെ അല്ലേ. പിന്നെ ബാല്യകാലസഖി, നിങ്ങൾ സിനിമയും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം ബാല്യകാലസഖി. ശബ്ദങ്ങൾ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, പാവപ്പെട്ടവരുടെ വേശ്യ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, വിശപ്പ്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കഥകളാണ്. നമുക്ക് പഠിക്കാനുള്ളത് എൻ്റെ പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന് പറയുന്ന നോവലാണ്. ഈ നോവലിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആനമക്കാറിൻ്റെ പുന്നാരമോളാണ് കുഞ്ഞുത്താച്ചുമ്മ. കുഞ്ഞുത്താച്ചുമ്മയുടെ പുന്നാരമോളായ കുഞ്ഞുപാത്തുമ്മയുടെ വിചാരലോകത്തിലൂടെയാണ് ഈ ഒരു കഥ പുരോഗമിക്കുന്നത്. കുഞ്ഞുപാത്തുമ്മയാണ് പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. 1951 എൻ്റെ പൂപ്പാക്കൊരാനയുണ്ടായിരുന്ന നോവൽ വരുന്നത്. പ്രത്യക്ഷത്തിൽ ബാല്യകാല സഖി പോലെ ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള പ്രണയ നോവലാണ് ഇതെന്ന് പറയാൻ പറ്റും. പ്രണയം എന്ന അനുഭവത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ഈ കൃതികൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കൃതി കൂടിയാണിത്. ഈ തലക്കെട്ടിൽ എൻ്റെ പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന് പറയുന്ന ആന പ്രത്യക്ഷത്തിലൊരു പാരമ്പര്യവാദമാണ്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് ആധുനികതയിലേക്കുള്ള മാറ്റമാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. പാരമ്പര്യത്തിൻ്റെ കരുത്തായ ആന അവസാനം ഒരു വെറും കുഴിയാനയായി തിരിച്ചറിയപ്പെടുന്നിടത്താണ് ഈ നോവൽ അവസാനിക്കുന്നത്. അതേസമയം ഏതൊരു വാദത്തിൻ്റെയും നിസ്സാരതയെ കൂടി ബഷീർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞുപാത്തുമ്മയുടെ വിചാരത്തിലൂടെയാണ്, ചിന്തകളിലൂടെയാണ് നോവൽ പോകുന്നത്. കുഞ്ഞുപാത്തുമ്മയുടെ ഉമ്മയായ കുഞ്ഞുത്താച്ചുമ്മ ഇടയ്ക്കിടെ പറയും, എൻ്റെ പൂപ്പാക്കൊരു വലിയ ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. ഇത് തങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനെയും കുലമഹിമയെയും കുറിക്കുന്നതാണ്. അത് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ വലിയുപ്പാക്ക് ഒരാന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തങ്ങൾ ഭയങ്കര സമ്പത്തുള്ളൊരു കുടുംബത്തിലായിരുന്നു എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന, ഒരു പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പോൾ തന്നെ പെണ്ണ് കാണാൻ ഭർത്താവ് അടിമമക്കാർ ആനപ്പുറത്താണ് വന്നതെന്ന് കുഞ്ഞുത്താച്ചുമ്മ ഇടയ്ക്കിടെ പറയും. ഇതെല്ലാം കേട്ട് ആനയെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുപാത്തുമ്മ വളരുന്നത്. സമ്പന്നമായ കുടുംബമാണ് കുഞ്ഞുപാത്തുമ്മയുടേത്. അതേസമയം കഠിനമായ മതചട്ടക്കൂടിനകത്തുമാണ് കുഞ്ഞുപാത്തുമ്മ വളരുന്നത്. മതത്തെ സംബന്ധിച്ച എന്തും അവൾക്കറിയാം. അതിൽ അവളുടെ അറിവ് വലുതാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പരമകാരുണ്യവാനായ ദൈവത്തെയും പ്രവാചകന്മാരുടെ കഥകളെയും അവൾ എപ്പോഴും അനുസരിക്കുന്നുണ്ട്. ശരീരം മുഴുവൻ ആഭരണങ്ങളും അണി നടക്കുന്ന അവൾക്ക് അതൊരു ഭാരമായി മാറിയിരുന്നെങ്കിലും ഉമ്മ പറയുന്ന ആ ഒരു പ്രതാപം സംരക്ഷിക്കാൻ വേണ്ടി അവൾക്ക് അതൊന്നും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. 14 വയസ്സ് മുതൽ അവൾക്ക് വിവാഹം ആലോചിച്ച് തുടങ്ങുന്നുണ്ട്. എന്നാൽ പ്രതാപം കൊണ്ട് ചേരാതെ വിവാഹങ്ങളൊന്നും നടന്നില്ല. അങ്ങനെ 21 വയസ്സായ സമയത്താണ് കുടുംബത്തിൽ ചില കേസുകളൊക്കെ നടക്കുന്നത്. അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട മറ്റു കേസിലൊക്കെ പെട്ട് സമ്പത്ത് മുഴുവൻ നശിച്ച് ഒരു ചെറിയ വൈക്കോൽ പുരയിലേക്ക് അവർ മാറേണ്ടി വരികയാണ്. ഈ കഥകളിലൊക്കെ പറഞ്ഞു കേട്ട ലോകാവസാനം പോലെയാണ് അത് അവൾക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ എന്ന് അഹങ്കരിച്ച രാജാക്കന്മാരെവിടെ എന്ന അവസ്ഥയായി കുടുംബത്തിന്. എന്നാലും അവൾക്ക് വലിയ ആശ്വാസമായി. പുറത്തിറങ്ങാം, അടുത്തുള്ള അമ്പൽപ്പൊയ്ക കാണാം, അതിനടുത്തിരിക്കാം. കടുത്ത ദാരിദ്ര്യത്തിലും അതിലവൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് തൊട്ടടുത്ത വീട്ടിൽ ഒരു ഒഴിഞ്ഞ വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ പുതിയ ഒരു താമസക്കാരായിട്ട് നിസാർ അഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ എത്തുന്നത്. അയാളുടെ ബാപ്പ കോളേജ് പ്രൊഫസറാണ്.
ഉമ്മ കാഫ്രിച്ചികളെ പോലെ വസ്ത്രം ധരിക്കുന്നതാണ്, മോഡേണായിട്ട് ഡ്രസ്സ് ധരിക്കുന്നതിന് അങ്ങനെയാണ് പറയുന്നത് ബഷീർ. പെങ്ങൾ ആയിഷ മുസ്ലിം പെണ്ണുങ്ങൾക്ക് യോജിക്കാത്ത വിധം ആടുകയും പാടുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നവളാണ്. മുറിവേറ്റ ഒരു കുരുവിയെ രക്ഷിക്കാൻ വേണ്ടി തോട്ടിലിറങ്ങി പരിക്ക് പറ്റിയ കുഞ്ഞുപാത്തുമ്മയെ കരക്ക് കയറ്റുന്നതും മുറിവ് കെട്ടിക്കൊടുക്കുന്നതും ഒക്കെ നിസാർ അഹമ്മദാണ്. അങ്ങനെ നിസാറിനോട് അവൾക്ക് പ്രണയം തോന്നുകയാണ്. അപ്പോൾ അവരുടെ രീതികളെല്ലാം അവൾക്ക് പുതിയതാണ്. കുഞ്ഞുപാത്തുമ്മയുടെ പ്രാദേശിക ഭാഷാ വഴക്കം പലപ്പോഴും ആയിഷ തിരുത്തുന്നുണ്ട്. അവൾ പറയുന്ന നാടൻ പ്രയോഗങ്ങളെ ആയിഷ ഇതിങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്നുണ്ട്. അവളുടെ മുന്നിൽ കുഞ്ഞുപാത്തുമ്മ ഒരു കള്ളബുദ്ധൂസായി മാറുകയാണ്. അവളുടെ അതുവരെയുള്ള അറിവ് ഒന്നും ഒരു അറിവല്ല എന്ന് തോന്നുകയാണ്. അവളെ നിസാർ അഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. വലിയ വായനക്കാരനും അറിവുള്ളവനും പുരോഗമനവാദിയുമായ നിസാർ അവളുടെ കുരുവിയെ രക്ഷിച്ച പ്രവൃത്തിയെ കാരുണ്യ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ തൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ നിസാറിന് കുറേ നിബന്ധനകളൊക്കെ ഉണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ്. അപ്പോൾ ഇതൊക്കെ ആയിഷയിൽ നിന്നാണ് കുഞ്ഞുപാത്തുമ്മ മനസ്സിലാക്കുന്നത്. പരസ്പരം പ്രണയത്തിലാകാൻ അവർക്ക് കാരണങ്ങൾ ഇതൊക്കെയാണ്. ആ സമയത്ത് ബാപ്പയിൽ നിന്ന് ഒരു ദിവസം ബാപ്പയിൽ നിന്ന് തൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് കേൾക്കുകയാണ് കുഞ്ഞുപാത്തുമ്മ. അവൾ ബോധം കെട്ട് വീഴുന്നു, മോഹല്ലാസപ്പെട്ട് വീഴുന്നു. ഏതോ ഇബിലീസ് കയറി എന്ന് പറഞ്ഞിട്ട് ആ ബാധ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചൂരൽ പ്രയോഗത്തിലൂടെയൊക്കെയാണ് ഇബിലീസിനെ ജിന്നിനെ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നിസാർ അഹമ്മദാണ് ഇങ്ങനെ ആകെ തളർന്നു പോയ അവളെ മരുന്നൊക്കെ കൊടുത്ത് ശുശ്രൂഷിക്കുന്നത്. അപ്പോഴാണ് ആയിഷ വന്ന് പറയുന്നത് നിസാറുമായിട്ടാണ് നിൻ്റെ കല്യാണം ഉറപ്പിച്ചതെന്ന്. അതോടെ അവളുടെ അസുഖം മുഴുവനും ആയിട്ട് മാറുന്നു. നിസാറിൻ്റെ ബാപ്പ വന്ന് ആ ഒരു മുറിയുടെ ജനൽ തുറന്നിടും എന്ന് പറയുമ്പോൾ ജനൽ തുറക്കുമ്പോൾ അകത്തേക്ക് വരുന്ന വെളിച്ചത്തിൽ അവൾക്ക് കണ്ണ് പുളിക്കുന്നുണ്ട്, കണ്ണ് മങ്ങുകയാണ്. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പുതിയ വെളിച്ചം അവളെ തേടി എത്തുകയാണ്. അവൾ ഇതുവരെ കണ്ട ലോകമല്ല, അതിനപ്പുറത്തേക്ക് വിശാലമായ മറ്റൊരു ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിവാഹ ദിവസം അണിഞ്ഞൊരുങ്ങിയ മകളെ കണ്ട് കുഞ്ഞുതാച്ചുമ്മ സന്തോഷിക്കുന്നു. പഴയ പ്രതാപമെല്ലാം നശിച്ച അവർക്ക് നാട്ടിലെ കുട്ടികൾ കളിയാക്കി പറഞ്ഞതുപോലെ തൻ്റെ ഉപ്പൂപ്പയുടെ ആന അത് വെറും കുഴിയാനയാണ് എന്ന് തോന്നുകയാണ്. ഇവിടെയാണ് നോവൽ അവസാനിക്കുന്നത്. നോവൽ നിങ്ങൾക്ക് ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്നൊരു നോവലാണ്, തീർച്ചയായിട്ടും വായിക്കുക. ഇത്രയാണ് നോവലിൻ്റെ സമ്മറി, ഉള്ളടക്കം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.